PSC എക്സാംസ് ടുഡേ പുതുതായി ആരംഭിക്കുന്ന കേട്ടറ്റ് ഓറിയൻറ്റേഷനിലേക്ക് നിങ്ങൾക്കേവർക്കും ഊഷ്മളമായ സ്വാഗതം. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009. In short, it is known as RTE Act 2009. നിലവിൽ വന്നതോടുകൂടി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായി മാറി. അധ്യാപകരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അധ്യാപനത്തിന് ആവശ്യമായ അഭിരുചി അഥവാ ആപ്റ്റിറ്റ്യൂഡ് മാത്രം പോരാ, സ്കൂൾ വിദ്യാഭ്യാസം ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനുള്ള കഴിവ് അഥവാ എബിലിറ്റിയും അവർക്കുണ്ടായിരിക്കണം. മാത്രമല്ല, അധ്യാപകരായാൽ BA, B.Ed അഥവാ BSc, B.Ed തുടങ്ങിയ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, അധ്യാപകർക്ക് വേണ്ട ഗുണം, മൂല്യങ്ങൾ അഥവാ ക്വാളിറ്റി കൂടി ഉള്ളവരായിരിക്കണം അധ്യാപകർ എന്നാണ് RTA ആക്ട് അഭിപ്രായപ്പെടുന്നത്. അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായതാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഓർ NCT. ആ NCT RTA ആക്ട് 2009 പശ്ചാത്തലത്തിൽ 2010 ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ ടെറ്റ് രൂപകൽപ്പന ചെയ്തത്. ഗുണമേന്മ അഥവാ ക്വാളിറ്റി ഉള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനും അധ്യാപകരുടെ യോഗ്യതയിൽ ഏകതാനത അഥവാ യൂണിഫോമിറ്റി വരുത്താനും വേണ്ടിയാണ് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ ടെറ്റ് ലക്ഷ്യമിടുന്നത്. അതോട് കൂടി അടിസ്ഥാന യോഗ്യതയോടൊപ്പം, അതായത് BA, BSc, BA, B.Ed അഥവാ BSc, B.Ed തുടങ്ങിയ അടിസ്ഥാന യോഗ്യതയോടൊപ്പം തന്നെ ടെറ്റ് അഥവാ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും ജയിച്ചാൽ മാത്രമേ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ കഴിയൂ എന്ന സ്ഥിതി നിലവിൽ വന്നു. കേന്ദ്ര സിലബസിൽ നടത്തുന്ന സ്കൂളുകളിൽ അധ്യാപകരാകുന്നതിന് ദേശീയ തലത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തുന്ന പരീക്ഷയാണ് സെൻട്രൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ CTET. കേരള സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യാപകരാകുന്നതിന് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അഥവാ SCERT അതിൻ്റെ നിർദ്ദേശാനുസരണം കേരളത്തിലെ പരീക്ഷാഭവൻ, പൂജപ്പുര സ്ഥിതി ചെയ്യുന്ന പരീക്ഷാഭവൻ നടത്തുന്ന ടെസ്റ്റാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേട്ടറ്റ്. കേട്ടറ്റ് പരീക്ഷ 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. ഏതൊക്കെയാണ് കാറ്റഗറികൾ എന്നല്പം ഞാനൊന്ന് വിശദീകരിക്കാം. കാറ്റഗറി 1 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അധ്യാപകരാകാനുള്ള യോഗ്യതയാണ് കേട്ടറ്റ് കാറ്റഗറി 1 ലോവർ പ്രൈമറി ക്ലാസ്സസ്. ഇനി കേട്ടറ്റ് കാറ്റഗറി 2 6 മുതൽ 8 വരെ ക്ലാസ്സുകളിലേക്ക്, അതായത് അപ്പർ പ്രൈമറി ക്ലാസ്സസ്. അപ്പർ പ്രൈമറി ക്ലാസ്സിൽ അധ്യാപകരാകാനുള്ള യോഗ്യത ആണ് കേട്ടറ്റ് കാറ്റഗറി 2. 9,
10 ക്ലാസ്സുകളിലേക്കുള്ള അധ്യാപക യോഗ്യതാ പരീക്ഷ, അതായത് ഹൈസ്കൂൾ ക്ലാസ് 9-10 ക്ലാസ്സുകളിലേക്കുള്ള അധ്യാപക യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് കാറ്റഗറി 3. ഇനി കേട്ടറ്റ് കാറ്റഗറി 4, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 4 എന്ന് പറഞ്ഞാൽ ഭാഷാധ്യാപകർ, ലാംഗ്വേജ് ടീച്ചേഴ്സ്, അതായത് അറബിക്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു തുടങ്ങിയ ഭാഷകളിൽ അപ്പർ പ്രൈമറി ക്ലാസ്സസ് വരെ അധ്യാപകരാകാനും, മാത്രമല്ല സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ്, ആർട്ട് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ തുടങ്ങിയ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ്, മാത്രമല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, കായികാധ്യാപകർ, ഇങ്ങനെ 3 കാറ്റഗറി. അതായത് ഭാഷാധ്യാപകർ എന്ന് പറഞ്ഞാൽ അറബിക്ക്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു അപ് ടു അപ്പർ പ്രൈമറി ക്ലാസ്സസ്, 8th ക്ലാസ്സസ്. അതുകൂടാതെ സ്പെഷ്യൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സ്, അതും കൂടാതെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, കായികാധ്യാപകർ. ഇവർ ഈ 3 കാറ്റഗറിക്കുള്ള യോഗ്യതാ പരീക്ഷയാണ് കാറ്റഗറി 4. ഇനി കേട്ടറ്റ് കൂടാതെ സീടെറ്റ് പാസ്സാകുന്നവരുമുണ്ട്. സീടെറ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സാകുന്നവരെ കേട്ടറ്റ് കാറ്റഗറിയിൽ നിന്നും, സീടെറ്റ് എലിമെൻ്ററി സ്റ്റേജ് പാസ്സാകുന്നവരെ കേട്ടറ്റ് കാറ്റഗറിയിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ്, സെറ്റ്, എംഫിൽ, PhD, എംഎഡ്, ഐ ഷാൽ റിപ്പീറ്റ്, നെറ്റ്, സെറ്റ്, എംഫിൽ, PhD, എംഎഡ് എന്നീ യോഗ്യതകൾ നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെയുള്ള എല്ലാ കാറ്റഗറിയിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കേട്ടറ്റ് കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1, 2 ഇവയിലേതെങ്കിലും 1 വിജയിച്ചവരെ LP, UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി പരീക്ഷ എഴുതാനുള്ള യോഗ്യത ആർക്കാണ്? കാറ്റഗറി 1 കേട്ടറ്റ് കാറ്റഗറി 1 എഴുതാനുള്ള യോഗ്യത ആർക്കാണ്? കേട്ടറ്റ് കാറ്റഗറി 2 എഴുതാനുള്ള യോഗ്യത. കേട്ടറ്റ് കാറ്റഗറി 3 എഴുതണമെങ്കിൽ എന്ത് യോഗ്യതയാണ് വേണ്ടത്? അതുപോലെ കേട്ടറ്റ് കാറ്റഗറി 4 പ്രത്യേകിച്ചും അതെഴുതാൻ എന്ത് യോഗ്യതയാണ് വേണ്ടത്? ഇതിനെപ്പറ്റി, എലിജിബിലിറ്റിയെ പറ്റിയാണ് ഇനി പറയുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷ എഴുതണമെങ്കിൽ 45% മാർക്കോടുകൂടി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും, പിന്നെ അതുകൂടാതെ അധ്യാപക പരിശീലനം, TTC, D.Ed, ഏറ്റവും ആധുനികമായിട്ട് പറഞ്ഞാൽ DLED, അത് നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1ലേക്ക് പരിഗണിക്കും. ഇനി കേട്ടറ്റ് കാറ്റഗറി 2 എഴുതാൻ പറ്റുന്ന ആർക്കാണ്? 45% മാർക്കോടെ ബിരുദവും പ്ലസ് TTC ഓർ D.Ed, DLED നേടിയവർക്കും, B.Ed ബിരുദവും TTC, D.Ed, DLED ഉള്ളവർ 2 പേപ്പറിനും യോഗ്യരാണ്. 2 പേപ്പറിനും എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് കാറ്റഗറി 1നും യോഗ്യരാണ്, കേട്ടറ്റ് കാറ്റഗറി 2നും അവർ യോഗ്യത ഉള്ളവരാണ്. ഇനി കേട്ടറ്റ് കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ 9-10 ക്ലാസ്സുകളിൽ, ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ, സെക്കൻഡറി സ്റ്റേജിൽ 40% മാർക്കോടെ ബിരുദവും വേണം, B.Edഉം വേണം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് കാറ്റഗറി 4ൻ്റെ കാര്യത്തിലാണ്. കാറ്റഗറി 4നെ സംബന്ധിച്ചിടത്തോളം, അതായത് ലാംഗ്വേജ് ടീച്ചേഴ്സ്, സ്പെഷ്യൽ ടീച്ചേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, ഇവരെ സംബന്ധിച്ചിടത്തോളം those who have acquired qualification for the post of language teachers
specialist teachers, for physical education teachers, as mentioned in KER, Kerala Education Rule, are eligible for applying CAT category 4. ഇനി ഇതിനകത്ത് കുറച്ചൊരു റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കും അവർക്ക് എലിജിബിലിറ്റിയിൽ 5% മാർക്കിൻ്റെ റിലാക്സേഷൻ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിനും OEC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അതർ എലിജിബിലിറ്റി കമ്മ്യൂണിറ്റീസ്, ഈ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് എലിജിബിലിറ്റി പറയുന്ന മാർക്കിൽ 3% ഇളവ്, അതായത് 42% മാർക്കുണ്ടെങ്കിൽ ഈ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്, അപ്പർ ഏജ് ലിമിറ്റോ ലോവർ ഏജ് ലിമിറ്റോ അങ്ങനെ ഒന്നും ഒരു ഏജ് ലിമിറ്റും പ്രഖ്യാപിച്ചിട്ടില്ല. ദർ ഈസ് നോ ഏജ് ലിമിറ്റ് ഫോർ അപ്പിയറിംഗ് ദി CAT എക്സാമിനേഷൻ. പ്രായപരിധി ഒരു പ്രശ്നമേ അല്ല. ഏത് പ്രായപരിധിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ പ്രായം പ്രശ്നമേ അല്ല എന്ന് ചുരുക്കം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പരീക്ഷ എഴുതുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാറ്റഗറി 1 യോഗ്യത നേടിയവർക്ക് കാറ്റഗറി 2 യോഗ്യതയുള്ളവർക്ക് കാറ്റഗറി 1 എഴുതാം. 1ഉം 2 എഴുതുന്നതിനും ഒന്നിൽ കൂടുതൽ CAT പരീക്ഷ എഴുതുന്നതിന് യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എഴുതാം. ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് ആൻ എലിജിബിലിറ്റി ടെസ്റ്റ്. CTET എന്നും CAT എന്നും പറയുമ്പോൾ തന്നെ അറിയാം, CTET എന്ന് പറഞ്ഞാൽ സെൻട്രൽ എലിജിബിലിറ്റി ടെസ്റ്റ്, CAT എന്ന് പറഞ്ഞാൽ കേരള എലിജിബിലിറ്റി ടെസ്റ്റ്. ദീസ് ആർ ആൾ എലിജിബിലിറ്റി ടെസ്റ്റാണ്. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട്. ടെസ്റ്റ് ക്യാൻ ബ്രോഡ്ലി ബി ക്ലാസിഫൈഡ് ഇൻടു 2: കോമ്പറ്റേറ്റീവ് ടെസ്റ്റ് ആൻഡ് എലിജിബിലിറ്റി ടെസ്റ്റ്. കോമ്പറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, UPSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC, BSRB തുടങ്ങിയ പരീക്ഷകളെല്ലാം കോമ്പറ്റേറ്റീവ് ടെസ്റ്റാണ്. ഉദാഹരണം, അവസാനം നടന്ന ഒരു BSRB എക്സാമിനേഷനിൽ 78,000 പേര് പരീക്ഷ എഴുതി. അതിൽ 750 പേര് പരീക്ഷ ക്വാളിഫൈ ചെയ്തു. They were invited for an interview. After the interview, 139 candidates were selected for appointment. That means, in short, out of 78,000 candidates, only 139 candidates got appointment. That means only cream will be selected. എത്ര പേര് പരീക്ഷ എഴുതിയാലും അതിലെ ക്രീമായിട്ടുള്ള ടോപ്പ് ലെയറിനെ മാത്രമേ സെലക്ട് ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ സ്വഭാവം. അതുപോലെയല്ല എലിജിബിലിറ്റി ടെസ്റ്റ്. എലിജിബിലിറ്റി ടെസ്റ്റ് ഉദാഹരണം നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, സെറ്റ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, CTET, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, CAT, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. ദീസ് ആർ ആൾ എലിജിബിലിറ്റി ടെസ്റ്റ്. എലിജിബിലിറ്റി ടെസ്റ്റിനുള്ള ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, എലിജിബിലിറ്റി ടെസ്റ്റ് എലിജിബിൾ ആണെങ്കിൽ they will be declared as eligible. എലിജിബിൾ ആകണം. അല്ലാതെ ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് 100 പേര് എഴുതി, 100 പേരും റിക്വയർഡ് സ്റ്റാൻഡേർഡ് പുലർത്തിയാൽ ആൾ ഓഫ് ദം വിൽ ബി ഡിക്ലെയർഡ് ആസ് എലിജിബിൾ. അതാണ്, എല്ലാവരും എലിജിബിൾ ആകാം. ഒരു ലെവൽ
വെച്ചിട്ടുണ്ട്. ആ ലെവലിന് ഒബവ് ഉള്ള എല്ലാവരെയും എലിജിബിളായിട്ട് കണക്കാക്കും. കോമ്പറ്റേറ്റീവ് ടെസ്റ്റ് അതല്ല. only the top cream will be selected. ഇപ്പോൾ എലിജിബിലിറ്റി ടെസ്റ്റിനും കോമ്പറ്റേറ്റീവ് ടെസ്റ്റിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കോമ്പറ്റേറ്റീവ് ടെസ്റ്റിൽ only the top cream will be selected, whereas in eligibility test ഒരു റെക്കോർഡായിട്ടുള്ള നിലവാരം പുലർത്തുന്ന എല്ലാവരെയും എലിജിബിളായിട്ട് ഡിക്ലെയർ ചെയ്യും. ടൈപ്പ് ഓഫ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കേണ്ടത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റമാണ്. കേട്ടറ്റ് എക്സാമിനേഷനിലും സീടെറ്റ് എക്സാമിനേഷനിലും എല്ലാം ഒറ്റ തരം ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ. ഏതുതരം ചോദ്യങ്ങളാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠ മാതൃക. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ ബഹുവികൽപ്പം. വസ്തുനിഷ്ഠ ബഹുവികൽപ്പ ചോദ്യങ്ങൾ, ബഹുത്തര ചോദ്യങ്ങൾ മാത്രമേ കേട്ടറ്റും സീടെറ്റും എക്സാമിനേഷനിൽ പരീക്ഷയ്ക്കുണ്ടാവുള്ളൂ. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, there are different type of test item. ഒരുപാട് തരം ടെസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതിനകത്ത് ഒരു തരം ടെസ്റ്റ് ഐറ്റം മാത്രമേ കേട്ടറ്റിനും സീടെറ്റിനും ചോദിക്കുള്ളൂ. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ്. വസ്തുനിഷ്ഠ ബഹുത്തര മാതൃകാ ചോദ്യങ്ങൾ മാത്രമേ കേട്ടറ്റിനും സീടെറ്റിനും മറ്റും ചോദിക്കുള്ളൂ. ഇനി ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റത്തിനെ കുറിച്ചുകൂടി അല്പം വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എന്നർത്ഥം. ക്വസ്റ്റ്യൻസിന് പറയുന്ന സാങ്കേതികമായ പ്രയോഗമാണ് ടെസ്റ്റ് ഐറ്റം. ക്വസ്റ്റ്യൻസിൻ്റെ സാങ്കേതിക പേരാണ് ടെസ്റ്റ് ഐറ്റം. ടെസ്റ്റ് ഐറ്റം can broadly be classified into two: subjective type and objective type. ആത്മനിഷ്ഠം, വസ്തുനിഷ്ഠം എന്ന് മലയാളം. സബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആത്മനിഷ്ഠം. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്നും അതിന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്രീ ടു ആൻസർ. നിങ്ങൾക്ക് യഥേഷ്ട ഉത്തരം എഴുതാം. നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ യഥേഷ്ടം എഴുതാം. അതാണ് സബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠം. യു ആർ നോട്ട് പെർമിറ്റഡ് ടു റൈറ്റ് ആൻസേഴ്സ് ഇൻ യുവർ ഓൺ വേ. അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ദി ആൻസേഴ്സ് ആർ മെയ്ഡ് സ്പെസിഫിക് ബൈ ദി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ. ചോദ്യകർത്താവ് ഉത്തരങ്ങൾ നിശ്ചിതമാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തരങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ദി ആൻസേഴ്സ് ആർ മെയ്ഡ് സ്പെസിഫിക് ബൈ ദി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ. ഇനി സബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റം ക്യാൻ അഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു: എസ്സേ ടൈപ്പ് ആൻഡ് ഷോർട്ട് ആൻസർ ടൈപ്പ്. എസ്സേ ടൈപ്പ് ചോദ്യവും ഷോർട്ട് ആൻസർ ടൈപ്പ് ഉത്തരവും. ഇത് എസ്സേ ടൈപ്പും ഷോർട്ട് ആൻസർ ടൈപ്പും വേർതിരിക്കുന്നത് വാല്യൂ പോയിൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. മിനിമം 7 വാല്യൂ പോയിൻ്റെങ്കിലും ഉള്ളതിനെയാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത്രയും ഇല്ലാത്തതിനെയാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് എന്നും പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് വന്നാൽ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് അതിനെ പ്രധാനമായിട്ടും വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്: സപ്ലൈ ടൈപ്പ് ആൻഡ് സെലക്ഷൻ ടൈപ്പ്. ഇത് പരീക്ഷാർത്ഥികളെ കുഴയ്ക്കുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് സപ്ലൈ ടൈപ്പ് ആൻഡ് വാട്ട് ഈസ് സെലക്ഷൻ ടൈപ്പ്? സപ്ലൈ ടൈപ്പിൽ യു ഹാവ് ടു കളക്ട്
ദി ആൻസേഴ്സ് ഫ്രം യുവർ മെമ്മറി ആൻഡ് സപ്ലൈ. ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ, ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ. നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ചകഞ്ഞെടുക്കണം അതിൻ്റെ ഉത്തരം, എന്നിട്ട് സപ്ലൈ ചെയ്യണം. അതാണ് സപ്ലൈ ടൈപ്പ് എന്ന് പറയുന്നത്. വേറസ് ഇൻ സെലക്ഷൻ ടൈപ്പ്, ആൻസേഴ്സ് വിൽ ബി പ്രൊവൈഡഡ് എലോങ് വിത്ത് ദി ക്വസ്റ്റ്യൻസ്. ദി റെസ്പോണ്ടൻസ് need only to select the correct answer from among the distractors or from among the given answers. Answers will be provided along with the question. You need only to select the correct answer. Adana selection type. This selection type of test item, supply type തന്നെ വീണ്ടും രണ്ട് തരമുണ്ട്. സപ്ലൈ ടൈപ്പിൽ fill in the blank എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തലസ്ഥാനം ഡാഷ് ആകുന്നു, അതാണ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. കംപ്ലീറ്റ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തലസ്ഥാനമാകുന്നു ഡാഷ്, അതാണ് കംപ്ലീറ്റ് ദി ഫോളോയിങ്. ഇത് രണ്ടും സപ്ലൈ ടൈപ്പാണ്. യു ഹാവ് ടു കളക്ട് ദി ആൻസർ ഫ്രം യുവർ മെമ്മറി ആൻഡ് സപ്ലൈ ആൻഡ് റൈറ്റ്. Selection type can again be classified into match the following and multiple choice test item. Match the following type എന്ന് പറഞ്ഞാൽ രണ്ട് കോളങ്ങൾ തരും. ഫോർ എക്സാമ്പിൾ കോളം എയിൽ കുറേ ഗ്രന്ഥങ്ങളുടെ പേര് തരും, കോളം ബിയിൽ കുറേ ഗ്രന്ഥകർത്താക്കളുടെയും പേര് തരും. ഇപ്പം കോളം എയിൽ 5 ഗ്രന്ഥങ്ങളുടെ പേര് തന്നാൽ കോളം ബിയിൽ എത്ര ഗ്രന്ഥകർത്താക്കളുടെ പേരുണ്ടായിരിക്കണം? 5 മതിയോ? പോരാ, മിനിമം ഒരു 8 പേരുടെയെങ്കിലും പേരുണ്ടായിരിക്കണം. മറ്റേത് 4 എണ്ണം ഉത്തരം എഴുതി കഴിഞ്ഞാൽ 5ാമത് ഫ്രീ ആയിട്ട് അങ്ങ് കിട്ടും. അത് പാടില്ല. 5ാമത്തെ സെലക്ഷനും അതേ ഡിഫിക്കൽട്ടി ലെവൽ അനുഭവിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് കോളം എയിൽ 5 തന്നാൽ മിനിമം ഒരു 8 പേരുടെയെങ്കിലും പേരെങ്കിലും ബിയിൽ തരണം. കോളം എയിൽ കുറേ സംസ്ഥാനങ്ങൾ, കോളം ബിയിൽ ആ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളുടെ പേര്. കോളം എയിൽ കുറേ രാജ്യങ്ങൾ, കോളം ബിയിൽ കുറേ നാണയങ്ങൾ. ഇതാണ് മാച്ച് ദി ഫോളോയിങ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ ബഹുത്തര മാതൃക. ബഹുത്തര മാതൃക ടെസ്റ്റ് ഐറ്റംസ് കൺസിസ്റ്റ് ഓഫ് 2 parts. ഫസ്റ്റ് പാർട്ട് ഈസ് നോൺ ആസ് സ്റ്റെം. സ്റ്റെം എന്നാണ് ആദ്യത്തെ ഭാഗത്തെ അറിയപ്പെടുന്നത്. സ്റ്റെം ക്യാൻ ഐദർ ബി ആൻ ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്, അപൂർണമായ ഒരു വാചകമാകാം. കേരളത്തിൻ്റെ തലസ്ഥാനം ഡാഷ്, അങ്ങനെ ആകാം. ഓർ ആൻ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ചോദ്യം. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യവാചകം. കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്? അതാണ് ഇൻ്ററോഗേറ്റീവ്, ചോദ്യം. അങ്ങനെയാകാം. ആൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ബഹുത്തര മാതൃക ചോദ്യങ്ങളിൽ ഒരു സ്റ്റെമ്മും 4 ആൾട്ടർനേറ്റീവ്സും തന്നിരിക്കും സാധാരണഗതിയിൽ. എപ്പോഴും 4 ആകണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി 3 ഓർ ഇറ്റ് ക്യാൻ ബി 5, അങ്ങനെ ആകാം. സാധാരണ കേട്ടറ്റ് എക്സാമിനേഷനും സി ടെസ്റ്റ് എക്സാമിനേഷനും ഒക്കെ സ്റ്റെം വിൽ ബി പ്രൊവൈഡഡ് വിത്ത് 4 ആൾട്ടർനേറ്റീവ്സ്. ഈ 4 ആൾട്ടർനേറ്റീവ്സ്, സെക്കൻഡ് പാർട്ട് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്ന ഭാഗം again it can be divided into 2. Alternatives will one among the alternatives. Out of the 4, one among the alternatives is known as keyed response. Keyed response എന്ന് പറഞ്ഞാൽ ശരി ഉത്തരം. കേരളത്തിൻ്റെ തലസ്ഥാനം ഡാഷ് ആകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരി ഉത്തരം തിരുവനന്തപുരം. അതാണ് കീഡ് റെസ്പോൺസ്. അതായത് ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റെമ്മെങ്കിൽ അതിൻ്റെ കൂടെ കീഡ് റെസ്പോൺസും കൂടെ ചേർത്ത് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എ കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെൻറ്റൻസ്.
ആൻ ഇൻ്ററോഗേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റെമ്മെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് കിട്ടണം കീഡ് റെസ്പോൺസ്. കറക്റ്റ് ഉത്തരമായിരിക്കണം കീഡ് റെസ്പോൺസ്. അപ്പോൾ ഔട്ട് ഓഫ് ദി 4, one among the alternatives will be keyed response. The remaining 3 is known as distractors. Distractor എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ വ്യതിചലിപ്പിക്കുന്നവ, ശ്രദ്ധ. ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വ്യതിചലിപ്പിക്കുക എന്ന് ചുരുക്കം. നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നവയാണ് ശേഷിക്കുന്ന 3 എണ്ണം എന്ന് ചുരുക്കം. ഏതിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നവ? ശരി ഉത്തരത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നവ. അപ്പം ശരി ഉത്തരത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ പറ്റിയവ ആയിരിക്കണം ഡിസ്ട്രാക്ടേഴ്സ്. കേരളത്തിൻ്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ആണ് കീഡ് റെസ്പോൺസ്. അതുകൂടാതെ ഡിസ്ട്രാക്ടേഴ്സായിട്ട് വഴുതക്കാട്, തൈക്കാട്, വെള്ളയമ്പലം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ടേഴ്സ് ആകത്തില്ല. ശരി ഉത്തരത്തിൽ നിന്ന് റെസ്പോണ്ടൻറ്റിൻ്റെ വ്യതിചലിപ്പിക്കുവാൻ, ശ്രദ്ധ വ്യതിചലിപ്പിക്കുവാൻ പര്യാപ്തമായവയല്ല തൈക്കാടും വഴുതക്കാടും വെള്ളയമ്പലവും ഒന്നും. അതാണോ ശരി, ഇതാണോ ശരി എന്ന് തോന്നിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് എറണാകുളമോ കോർപ്പറേഷനോ തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷൻ ഏരിയയുടെ പേരെങ്കിലും വേണം കൊടുക്കാൻ എന്ന് ചുരുക്കം. അതായത് ശരിയുത്തരത്തിൽ നിന്ന് റെസ്പോണ്ടൻറ്റിൻ്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ പര്യാപ്തമായവയായിരിക്കണം ഡിസ്ട്രാക്ടേഴ്സ്. ഇറ്റ് ഷുഡ് ഹാവ് ദി ക്വാളിറ്റി ടു ഡിസ്ട്രാക്ട് ദി അറ്റൻഷൻ ഓഫ് ദി റെസ്പോണ്ടൻസ് ഫ്രം ദി കറക്റ്റ് ആൻസർ. ശരി ഉത്തരത്തിൽ നിന്ന് റെസ്പോണ്ടൻറ്റിൻ്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുവാൻ തികച്ചും പര്യാപ്തമായവയായിരിക്കണം ഈ ഡിസ്ട്രാക്ടേഴ്സ്. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവോയ്ഡ് വൈഡ് ഗസ്സിങ്. ഉത്തരം എഴുന്നൂറെങ്കിലും വൈഡായിട്ടുള്ള ഗസ്സിങ് നടത്താൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ഉത്തരം കണ്ടെത്താനുള്ള ചെറിയൊരു ക്ലൂ ഉണ്ട്. ഇപ്പം കേരളത്തിൻ്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ട് 4 ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. തന്ന ഉത്തരത്തിൽ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് നമുക്കറിയാം. മനസ്സിലായോ? തന്ന ഉത്തരത്തിൽ തിരുവനന്തപുരത്തല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പം തിരുവനന്തപുരം ആണ് കേരളത്തിൻ്റെ തലസ്ഥാനം ആണോ അല്ലേന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ താമസിക്കുന്നത് തൈക്കാടാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം തൈക്കാടാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലമാണോ അല്ലയോ എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ 2 ഒഴിവാക്കി കഴിഞ്ഞാൽ ശേഷിക്കുന്ന 2 എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്താൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്. പ്രോബബിലിറ്റി എന്നാണ് അതിൻ്റെ പേര്. പ്രോബബിലിറ്റി അനുസരിച്ച് ദർ ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 50% മാർക്ക്. അതായത് 2 എണ്ണം എലിമിനേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജോലി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലമല്ല കേരളത്തിൻ്റെ തലസ്ഥാനം. നിങ്ങൾ താമസിക്കുന്നത് തൈക്കാടാണ്. താത്കാടുമല്ല കേരളത്തിൻ്റെ തലസ്ഥാനം. ശേഷിക്കുന്ന വഴുതക്കാടും തിരുവനന്തപുരവും ഏതെങ്കിലും ഒന്നാണ്. അപ്പോൾ അങ്ങനെ ശേഷിക്കുന്ന 2 എണ്ണത്തിൽ നിന്ന് എലിമിനേഷൻ മുഖാന്തരം 2 എണ്ണം എലിമിനേറ്റ് ചെയ്തിട്ട് ശേഷിക്കുന്ന 2 എണ്ണത്തിൽ നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ആൻസർ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ there is a possibility of getting 50% മാർക്ക്. അതിനാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയണം.